വലത് കാല് വെച്ച് കയറാൻ പോവാനേ. കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ട്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു കൊട്ടാരമാണ്. കാരണം കുറേ നാളുകൾക്ക് മുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ലഞ്ച് ഒക്കെ നമ്മളിവിടെ വന്ന് റെസ്റ്റ് സമയങ്ങൾ, അതായത് ലീവുള്ള സമയങ്ങളിൽ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിവിടെ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിക്കുമായിരുന്നു. എല്ലാം ട്രഡീഷണൽ പരമായിട്ട്, അതായത് മൺകലത്തിൽ വെച്ചിട്ട് നമ്മുടെ കല്ലിൽ വെച്ച് അരച്ച് വേവിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരാറേ ഇല്ല. കാരണം ലൈവും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെയുള്ള വീഡിയോസും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാം, ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കയറി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വ്ലോഗിലേക്കും കുഞ്ഞു ലോകത്തിലേക്കും നിങ്ങളെ കൂടെ സ്വാഗതം ചെയ്യുന്നു. വാ. വിളിക്കുന്നതൊന്നും നമുക്കുള്ള കോഴികളല്ല കേട്ടോ, അടുത്തൊക്കെ വീട്ടിലെ കോഴികളാണ്. നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിറവെടുക്കാൻ പോയതാണ്. ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാമേ. എനിക്ക് ഇങ്ങനത്തെ ചട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എവിടെ കണ്ടാലും വാങ്ങും. കാരണം നമ്മൾ ഗ്യാസിലല്ലാതെ അടുപ്പിലൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. നേരത്തെ ഒരു ചായപാത്രം ഉണ്ടായിരുന്നു, നമുക്ക് പിടിയൊക്കെ ഉള്ള മൺകലത്തിൻ്റെ ഒരു ചായപാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുരങ്ങ് കയറി പൊട്ടിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഈ വലയൊക്കെ ഇവിടെ എടുക്കുന്നത്. പിന്നെ ഭരണി, പണ്ടത്തെ ഭരണികളാണ് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാനുള്ളത്. ഇതെല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കേട്ടോ. ഇതെല്ലാം ഇവിടത്തേക്കുള്ളതാണ്. ഇതൊക്കെ ഇവിടുത്തെ അമ്മയുടെ ഭരണികളാണ് കേട്ടോ. അമ്മ ഉപയോഗിച്ചിരുന്ന ഭരണികളാണ്. ഞാനിപ്പം നമ്മളിതൊന്നും സാധാരണ വീടുകളിൽ ഇതൊന്നും എടുത്ത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കണം. അതാകുമ്പോൾ സേഫായി ഇരിക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. ഹായ്, എല്ലാവരും സുഖമായിരിക്കണം. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അതൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ. എൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ, അതായത് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ ഒന്നും ചോദിക്കാനുള്ള സമയം കിട്ടില്ല. നമ്മുടെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങോട്ട് കയറി. ഇതൊരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല. നമ്മുടെ തേയിലയ്ക്കും ചായക്കൊക്കെയുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഇട്ടു. അപ്പോൾ ഇത് മൺകലം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചൂടായി വരില്ല. ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ചായ കുടിക്കും, മൺകലത്തിലൊക്കെ ചായ കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊന്ന് കുടിച്ചു പോകണേ.
നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. അതായത് നമ്മൾ സാധാരണ വീട്ടിലെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നിട്ട് അതൊരു ശീലമാണ്. പക്ഷേ എനിക്കിഷ്ടം നേരെ തിരിച്ചാണ്, പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം. എനിക്കിങ്ങനെ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വാഴയില വെട്ടിയിട്ട് ഒരു ഇലയിൽ എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് കഴിക്കുക. അതൊക്കെ ഒരു പ്രത്യേക നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടെ ഫാമിലിയോടുള്ള ഒരു ആത്മാർത്ഥത കൂടും, സന്തോഷമാണ്. അത് വല്ലപ്പോഴാണ് കിട്ടുന്നൊരു അവസരമില്ല. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ മൺകലത്തിലൊന്നും ചായ ഇട്ട് കുടിക്കുന്നതേ അപൂർവമാണ് കേട്ടോ. സത്യം, ഞാനിപ്പോൾ അങ്ങനെ ആരും കാണാറില്ല. എല്ലാവരും പെട്ടെന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒക്കെ കഴിക്കണമല്ലേ. എന്നാലും എനിക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. എന്നൊക്കെ നമുക്ക് ജോലി കൂടുതൽ പെട്ടെന്ന് ഇത്തിരി ഗ്യാസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചായയൊക്കെ ഇടുന്ന ആൾക്കാരാണല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിക്കുന്നത് ടേസ്റ്റ് കൂടുതലാണ്, പിന്നെ ഹെൽത്തിനും നല്ലതാണ്. മൺചട്ടി, മൺകലം ഇതൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത് ഭയങ്കര നമുക്ക് ആരോഗ്യം. അലുമിനിയമൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ. ചായ ഇവിടെ തിളച്ച് വരാറായിട്ടുണ്ട്. കണ്ണ് അപ്പം അങ്ങനെ നമ്മുടെ കുറേ നാളുകൾക്കിടയിലുള്ള പാലുകാച്ചെന്ന് പറയാൻ പറ്റില്ല, ചായയിടൽ എന്നാണെങ്കിൽ പറയാം. അത് ഭയങ്കര പുക കേട്ടോ. അതാണൊരു പ്രശ്നം. പുക ഇങ്ങനെ നേരെ ഡയറക്റ്റ് കണ്ണിലായിട്ടാണ് അടിക്കുക. നമ്മുടെ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ. പെട്ടെന്ന് വാ. അതാ വരുന്നുണ്ട്. നമുക്ക് ഇപ്പം തന്നെ ഒരു കലയിൽ പെട്ടെന്ന് എടുക്കാനേ. എടുത്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ അതിങ്ങനെ തിളവന്നുകൊണ്ടിരിക്കും കേട്ടോ. തുണിയില്ലായിരുന്നു കേട്ടോ അത് പിടിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ 2 കരിയില എടുത്തത്. കുറച്ച് ചായയുടെ ഉണ്ടാകത്തിരിക്കുകയാണ്. മധുരം വേണ്ട ചായക്ക്, അതാണ് നമ്മുടെ വീട്ടിലെ പ്രത്യേകത. ആരും മധുരം ഇട്ട് ചായ കുടിക്കില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ല, ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് വേണ്ട, വലിയവർക്ക് വേണ്ട. ഇത്രയും ഉള്ളൊരു എന്താ പറയുക, നല്ല പച്ചപ്പിനിടയിലുള്ള ഒരു വീടാണ് കേട്ടോ ഞങ്ങളുടേത്. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനും, നമുക്ക് കുറേ നേരം റെസ്റ്റ് എടുത്തിരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളുടെ എന്താ പറയുക സമയങ്ങളെല്ലാം, ഒഴിവ് സമയങ്ങളിലെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളും എല്ലാം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എൻ്റെ ചായപാത്രമാണ് കുരഞ്ഞു കയറി തള്ളി തുടച്ചതാണ്. എൻ്റെ ചായപാത്രം, നല്ല പിടിയൊക്കെ ഉള്ള ചായപാത്രമായിരുന്നു. ഇപ്പം ദൂരസ്ഥല വഴിയില്ല കണ്ട. ഇതിപ്പോൾ എവിടെയൊക്കെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാനല്ല, എന്നാലും ചെറിയൊരു ആഗ്രഹം. ചായപാത്രം അല്ലായിരുന്നു എന്താ ഇപ്പോൾ പിടിയൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി ഇതുപോലത്തെയൊക്കെ കിട്ടാൻ നമുക്ക് വല്ലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും കാണുന്നതാണ്. ഇതിപ്പോൾ എപ്പോഴും കിട്ടുന്നതല്ല ഇങ്ങനത്തെയുള്ള മോഡലുകൾ, പ്രത്യേകിച്ച് മൺപാത്രങ്ങൾ. ഏറ്റവും ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും.
അപ്പം നല്ല ഒരു വ്ളോഗുമായിട്ട് ഇനിയും വീണ്ടും വരും. ഇപ്പോൾ ഉടനെ കാണില്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. അതുവരെ നിങ്ങളുടെ സ്വന്തം കാത്തു. ബൈ ബൈ.